നിങ്ങൾക്ക് ഇവിടെ ചന്ദനമോ തേക്കോ വല്ലതും ഉണ്ടെങ്കിൽ വാരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കാം. ഇത് കത്തിത്തീരുന്നവരെ കോൺസ്റ്റബിൾ ഇവിടെ ഉണ്ടായിരിക്കണം. എനിക്ക് അത്യാവശ്യമായി ഒരു ഇൻവെസ്റ്റിഗേഷന് പോകാനുണ്ട്. ഏത് ഇൻവെസ്റ്റിഗേഷൻ? അറിയില്ല? ഇല്ല. എടോ ഇങ്ങൊന്ന്. അതെ, വീട്ടില് വാഷിംഗ് മെഷീൻ കേടാണ്. അപ്പൊ ഈ ഭാര്യയുടെയും പിള്ളേരുടെ ഒക്കെ തുണി അലക്കിയിടാണ്. ഒന്നാമത് മഴ വരണം. ഇന്നും കൂടെ അലക്കിയിട്ടില്ലെങ്കിൽ അവള് നെഞ്ചു കയറിയിരുന്ന് പൊങ്കാലയിടും. ഓക്കേ? തനിക്കറിയില്ലടോ ഞങ്ങളുടെ രീതികൾ എന്തൊക്കെയാണെന്ന്. അറിയാവേ. പിന്നെന്താ താൻ ബോഡി വന്ന കാര്യം വിളിച്ചറിയിക്കായിരുന്നേ? തന്നെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റും. അല്ല, സസ്പെൻഷൻ. ഒരു അബദ്ധം പറ്റിയതാണ് സാർ. തനിക്കോ? അല്ല, ഈ സാറിന്. താൻ ആരാ? എനിക്കറിയില്ല സാർ. ഞാൻ ഇന്ന് വരെ എന്നെ കണ്ടിട്ടില്ല. ഞാനൊരു അന്ധകനാണ്. അന്ധകനല്ല, അന്ധനാണെന്ന് പറ. അതെ. എങ്ങനെയുണ്ടോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ? അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോണ സാർ. പോരാ, പേരെടുക്കണം. പേരെടുക്കാൻ എന്താ ആശുപത്രിയാ? പേരല്ല, പേര്. നല്ല പേരായാലും ശരി, കെട്ട പേരായാലും ശരി, ഇങ്ങനൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് രാജ്യമാകെ അറിയണം. അതെന്റെയും കൂടി അഭിമാന പ്രശ്നം. അതിന് വല്ല ലോക്കപ്പ് മരണോ ഉരുട്ടിക്കൊലയോ മറ്റോ വേണമെങ്കിലാവാം. അത് ഞാൻ എസ് ഐ സാറിനോട് പറയാം. ഞാനും ശ്രമിക്കാം. ഇതൊക്കെ തിരക്കാനാണോ ഇയാളിപ്പോ ഇങ്ങോട്ട് വന്നത്? പ്രസിഡന്റ് സാറേ, ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നാറും. ഇനി നാറാനൊന്നും ഇല്ല, എപ്പോഴേ നാറി. അപ്പൊ നമുക്കിനി കാര്യപരിപാടിയിലേക്ക് നീങ്ങാം. എത്രയും പെട്ടെന്ന് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാനങ്ങ് നടത്തിയേക്കാം. എല്ലാ പെട്ടികളും ഞങ്ങൾക്കൊരുപോലെയാണ്. ഒരു ശവപ്പെട്ടി ചിലപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് സ്വർണ്ണപ്പെട്ടിയാകും. ഒരു സ്വർണ്ണപ്പെട്ടി ചിലപ്പോൾ ഞങ്ങൾക്ക് ശവപ്പെട്ടിയാകും. രാഷ്ട്രീയം അറിയില്ലല്ലേ? പഠിക്കാൻ നേരം കിട്ടിയില്ല. കുടിക്കാൻ നേരം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഉത്തമ പൗരൻ. സംസ്ഥാന ബഹുമതി ഉണ്ടോ സാർ? ആചാരപടി വെക്കാൻ തോക്കം ഒന്നേ ഉള്ളൂ, ഒരു ഉണ്ടയും. ബാക്കി ഉണ്ടകൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോ സിസർ, ആരെങ്കിലും ഒരു സിഗരറ്റ് കൊടുക്കണോ? സിഗരറ്റ് അല്ലടോ വിധി, കത്രിക. ഇയാളെന്താ കത്രയും കൊണ്ട് നടക്കണേ? കൂടെ ചീപ്പും കാണും. എന്റെ പ്രിയപ്പെട്ട വോട്ടർ, കുമാരന്റെ ഭൗതിക ശരീരമടങ്ങിയ ഈ ശവപ്പെട്ടി തുറക്കൽ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങൾ ഏവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വെട്ടുകുഴി നിർവഹിക്കുന്നു. കയ്യടി കയ്യടി. ഇതാ ആയുധം. ഒരു മാരണം പോയി. പെട്ടി തുറക്കാൻ പോവുകയാണ്. ആരെങ്കിലും പോയി കുമാരന്റെ ഭാര്യ വിളിക്കൂ. എന്നെ പിടിച്ചോ പിടിച്ചോ. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നെനിക്ക് അറിഞ്ഞൂടാ. ഈ നേരത്ത് സൗമിനി തളരരുത്. ആരെങ്കിലും ഒന്ന് സഹായിച്ച് അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരും. കുമാരനെ ഒരു നോക്ക് കണ്ടോട്ടെ. ഭാര്യ വരുന്നുണ്ട്, വേഗം തുറക്ക്. രണ്ട് പെഗ് കിട്ടാൻ ഒരു മദ്യപാനി എന്തൊക്കെ പെടാപ്പാട് പെടണം.
ചിലപ്പോ തോന്നും എന്തിനിങ്ങനെ ജീവിക്കണമെന്ന്. 2 പെഗ് തീരാത്ത പ്രശ്നങ്ങള് 3ാമത്തെ പെഗ് തീരൂന്നാ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ വാറ്റുകാരി ബാറ്ററി ജാനു അത്ര മോശക്കാരിയാവണം. ഏത് ഉരുകാത്ത കരളും അവള് ഉരുക്കും. എടാ കോപ്പേ, നിനക്കാരോടാ കൂടുതൽ കൂറ്? സൗമിനിയുടെ അമ്മാവനായ എന്നോടാണോ അതോ ചത്തുപോയ കുമാരന്റെ ചേട്ടൻ ഈ മൂർഖനോടോ? മണിക്കുട്ട, ഒരു മിനിറ്റ് ആശാനെ. ഓ, നീ എന്റെ ആരാ? നീ എനിക്ക് എന്റെ സ്വന്തം മരിച്ചുപോയ അനിയനെ പോല. നീ എന്നെ ഒന്ന് ചേട്ടാന്ന് വിളിക്കടാ. ഈ രാഘവേട്ടൻ ഒന്ന് കേൾക്കട്ടടാ. അത് വേണോ? ഞാൻ ചേട്ടന്റെ അനിയനായ ചേട്ടന്റെ അനിയനെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ? പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ കുടിച്ചു തീർക്കും? രക്തത്തെ തിരിച്ചറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നാ ചെല്ല്, ചെന്ന് സമാധാനിപ്പിക്ക്. ചെല്ല്. അമ്മാവാ, ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഇവിടുന്ന് മോങ്ങുന്ന എന്തിനാ? വരട്ടെ മോളെ. ഈ അമ്മായി അമ്മാനൊക്കെ ഇല്ലേ നിനക്ക്? സമാധാനായിട്ടിരിക്കണം കേട്ടോ. കരയാതെ, കരയല്ലേ മോളെ. ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഏട്ടത്തി ഉണ്ട് മോളെ നിനക്ക്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരൊറ്റ വിളി മതി, ഞങ്ങൾ ഓടിയെത്തും. ശരി. മതി ഉമ്മ വെച്ചതാ. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉമ്മ വെച്ച് കളിക്കാം കേട്ടോ. എന്തേ? പിന്നെ അല്ലാതെ മാമ, വേഗം ഇറങ്ങാൻ നോക്ക്. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ. സുരേഷ് എവിടെ? സുരേഷ് പ്രേമലതയോ? പ്രേമലത വന്നില്ല. അതാ വരിക. വാ, വന്ന് വണ്ടി കയറി. പ്രേമലതേ, ഞാൻ വീട്ടിൽ ചെന്ന് വിളിക്കാം. എന്താടി ഒരു കഥകളി? കേറിയത് മാമ്പൂ കണ്ടും ചായക്കടലെ തിരക്ക് കണ്ടും മതിമറക്കരുന്ന് കാരണന്മാര് പറഞ്ഞ എത്ര ശരിയാ. ചടങ്ങെല്ലാം കഴിഞ്ഞ ആളുകൾ പോയപ്പോ നമ്മുടെ കച്ചവടവും തീർന്നു. എന്തൊക്കെ കണക്കൂട്ടലായിരുന്നു. ഇത്തിരി പൊന്നു വാങ്ങിക്കണമെന്നും പണയം വെച്ച പൊന്നു തിരിച്ചെടുക്കണമെന്നും. എനിക്ക് വേണ്ടിട്ടല്ല, ദേ നിങ്ങളുടെ മോക്ക് വേണ്ടിട്ടാ. കല്യാണം ദേ ഇപ്പെങ്ങെത്തും. നീ ഒരു കാര്യം ചെയ്യ്. എന്താ? നീ എവിടെയെങ്കിലും പോയിട്ട് ഒരു കത്ത് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യും. ഞാനിവിടെ കച്ചവടവും പൊടി പിടിക്കാം, നിന്റെ ആഗ്രഹവും തീർക്കാം. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കുറ്റ. ഇനി നീ പറഞ്ഞ കാര്യമൊക്കെ ശരിയാ. എന്ന് വെച്ച് ആരാന്റെ ചാവ് കണ്ട് മോളുടെ കല്യാണം നടത്താൻ നോക്കരുത്. നീ തനിപ്പെണ്ണാവരുത്. ഗോപാലിന്റെ ഭാര്യയായാ മതി. അവതരിപ്പിക്ക. കടയിലാണ് കച്ചവടം ഇല്ല, മനുഷ്യനെ സമ്മതിക്കുന്നു വെച്ചാ എന്താ ചെയ്യുക? ഇനി പോടി. യാത്ര പറയാനായി വന്ന